ശ്രീമതി ദീപ്തി മേരി വർഗീസ് പ്രതിപക്ഷ ഐക്യം അത് വലിയ രീതിയിൽ കരുത്തു കാട്ടിയതാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ. ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഒരാളെ മുന്നോട്ട് വെച്ചു, കൊടിക്കുന്നിൽ സുരേഷിനെ. അങ്ങനെ മത്സരത്തിൽ ഞങ്ങൾ സജ്ജരാണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നില്ലെങ്കിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. അത് മത്സരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന ഈ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രമേയം അത് കോൺഗ്രസിനെ ഒരു ചുവട് പിന്നിലാക്കി മാറ്റുകയാണല്ലോ ഉണ്ടായത്. കാരണം പ്രതിപക്ഷ ഐക്യത്തിലെ മറ്റു പാർട്ടികൾക്ക് അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇതിനെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാമല്ലോ കേന്ദ്ര സർക്കാരിൽ നിന്ന്. മഞ്ജുഷ്, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ ഏറ്റവും വലിയ ഷോക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, അല്ലെങ്കിൽ 400-ൽ പരം സീറ്റുകൾക്ക് ഞങ്ങൾ വിജയിക്കുമെന്നും ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തകർത്ത് തിരുത്തുമെന്നും ഒക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്നീട് നമ്മൾ കണ്ടത് 400 എന്നുള്ളത് പിന്നീട് 300-ലേക്കും പിന്നീട് 200-ലേക്കും വരുന്ന ഒരു സാഹചര്യമാണ്. 200 ചില്ലുവാനും വോട്ട്. അപ്പം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ഷോക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി മുക്തമായിട്ടില്ല എന്നുള്ളതിന്റെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പാർലമെന്റിന്റെ സത്യപ്രതിജ്ഞ മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ ചില ഏറ്റവും മാന്യമായ, ഏറ്റവും ജനാധിപത്യപരമായ ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ കീഴ്വഴക്കങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ 10 വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അതിനോടൊപ്പം തന്നെ ഏത് രീതിയിലായിരുന്നു പ്രതിപക്ഷത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നേരിട്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് പോയിരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യണമെന്ന് സ്വയം ചാണക്യനായി പ്രഖ്യാപിച്ച അമിത്ഷായ്ക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പാർലമെന്റിൽ അജണ്ടയിലില്ലാതെയാണ് ഈ പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഒരു കീഴ്വഴക്ക ലംഘനമുണ്ട്. ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ കാണിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാറ്റിൽ പറത്തിയ ആ മര്യാദകേടുകൾ വീണ്ടും തുടരുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ ദൃഷ്ടാന്തവും തെളിവും ഒക്കെയാണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്പീക്കർ എമർജൻസിയെ കുറിച്ചൊരു പ്രമേയം എന്തിനാണ് ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേപോലെ തന്നെ വർഷങ്ങൾ ഇതേ ഡേറ്റും ഇതേ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഡേറ്റും ഒക്കെ കഴിഞ്ഞു പോയല്ലോ. അതിനെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കലോ അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ RSS ഉൾപ്പെടെയുള്ള RSSന്റെ ഒരു വലിയ വിഭാഗം ഉൾപ്പെടെ എമർജൻസിയുടെ ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ പിന്തുണച്ച സാഹചര്യങ്ങൾ പോലും ഹിസ്റ്ററിയിലുണ്ട്. ഞാൻ അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ ഏറ്റവും ഭയപ്പാടോടെ കാണുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ അജണ്ടയിലില്ലാത്തൊരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ ശക്തമായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് വളരെ ശക്തമായി അതിൻ്റെ അകത്ത് പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഈ കീഴ്വഴക്ക ലംഘനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം, കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തെ പ്രോടേം സ്പീക്കർ 2 ദിവസത്തേക്ക് പോലും അദ്ദേഹത്തെ പ്രോടേം സ്പീക്കർ ആക്കുവാനുള്ള സഹിഷ്ണുതയില്ലാത്ത, ഇപ്പോഴും ഈ ഇപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരാജയമാണ് BJPയെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലും അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം, അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ വലിയ രാഷ്ട്രീയ ജനാധിപത്യ മര്യാദകൾ
കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന ജനാധിപത്യ മര്യാദകൾ അതൊന്നും ഇനിയും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു പ്രോട്ടേം സ്പീക്കറിനെ വയ്ക്കുവാനുള്ള അസഹിഷ്ണുത എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? രീതികളെ അതിശക്തമായി കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയാണ്. അജണ്ടയിൽ ഇല്ലാത്ത